ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? നമ്മളിവിടെ അടിപൊളിയായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ്. സോ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായി, പിന്നെ ഫുൾ ഹോട്ടായിട്ടുണ്ടായിരുന്നു. ലീനുവിന് ഉറക്കം വന്ന് ലീനു ഉറക്കമായി ഓൾമോസ്റ്റ്. പിന്നെ ഇപ്പം ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഞാനിവിടെ വന്നിരുന്നു. കാരണം ലീനുവിനായിട്ട് നിന്നിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ എടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ. ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല, കാരണം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ സൗണ്ട് ഇടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മെല്ലെ പറയാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മൾ ദുബായിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പം എയർപോർട്ട് വ്ലോഗാവും. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ അതേപോലെ അങ്ങനത്തെ കുറേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും ദുബായിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വരും. അവിടെ നിന്നെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റണേന്നാണ് ആഗ്രഹം. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ അകത്തൊക്കെ പോയിട്ട് അവിടുത്തെ ഒക്കെ കാണാം. ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഷീൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ ഫുള്ളൊക്കെ എനിക്ക് കാണിക്കണം എന്നുണ്ട്. പക്ഷേ ഞാൻ ലീനു നീറ്റ് അവിടെ നിന്ന് കാണിക്കാം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കംഫർട്ടുണ്ട്, നല്ല സുഖമുണ്ട്, അടിപൊളി സാധനം. ആൻഡ് പോരാ നേരത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അകത്തുനിന്ന് ഞാൻ പറയാം. ഞാൻ അവിടെ നല്ല സൗണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വെയിറ്റിംഗ് ഏരിയയിൽ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടത് എയർപോർട്ടിൻ്റെ അകത്തുള്ള വീഡിയോ ആണ്. ഇപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഫസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ചെക്ക് ഇൻ ചെയ്യാൻ പോയത്. കാരണം നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യമാണെങ്കിൽ നേരത്തെ നമ്മൾ എയർപോർട്ടിൽ വന്നും ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ലഗേജ്. 3 പെട്ടി 1 സ്ട്രോളർ. ഇത് സ്ട്രോളർ ഭയങ്കര യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോയി എത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ ഇല്ലേനു, അത്രയും തിരക്കേനു. അങ്ങനെ നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. എല്ലാ പണികളും കഴിഞ്ഞ് തിരിച്ച് പോവല്ല, അകത്തേക്ക് പോവാണ്. ലീനു നീറ്റു. കുറച്ച് ഡിലേ ആയി, കുറച്ച് സ്പീഡുമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പം നല്ല രസമാണ് കേട്ടോ ഈ എയർപോർട്ട് കാണാൻ. അത്യാവശ്യം നല്ല വൃത്തിയും നല്ല രസമുള്ള എയർപോർട്ട്. ഇത് കണ്ട് നല്ല പിച്ചപ്പായിട്ടുള്ള എയർപോർട്ടൊക്കെയാണ്. ഈ സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക, ഭയങ്കര ആശ്വാസം എന്നൊക്കെ പറയാം. ഈ ഷോളിനൊരു കഥ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോരാൻ നേരത്ത് ഒരു ആവശ്യമില്ലാണ്ട് അയൺ ചെയ്യാൻ വന്ന. അങ്ങനെ ഞാൻ ഓൾറെഡി എടുത്ത ഷോള് കരിഞ്ഞു പോയി. രണ്ടാമത് അപ്പം പിടിച്ച് വാങ്ങിച്ച ഷോളാണത്. അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് കയറി. ഈ കഥ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം ടെൻഷനടിച്ച് സങ്കടമായ ഒരു ടൈമേനു. അതൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ പോണ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ മെട്രോയിലൊക്കെ കയറിയിട്ടോ. ലീനുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മെട്രോ, ട്രെയിന്, അങ്ങനത്തെ എല്ലാ വിഭവവും ലീനുവിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വേറൊരു ടെർമിനലിലേക്കാണ് ഇപ്പോൾ മെട്രോ വഴി പോയത്. ഇതാണ് ടെർമിനൽ. ഇവിടെ എന്താ പറയുക, നോർമലി ഡ്യൂട്ടി ഫ്രീ ഇതൊക്കെ അതിലൂടെയൊക്കെ എല്ലായിടത്തും വായി നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു. നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്യാവശ്യം നേരത്തെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് തന്നെ കുറേ സമയം ഉണ്ടായിരുന്നു വെറുതെ കിടക്കുന്നത്. അപ്പം നമ്മൾ മെല്ലെ പോയത്. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല ദാഹിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറിയിട്ട് വെള്ളമൊക്കെ വാങ്ങിച്ച്, ഫ്ലൈറ്റിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി. അപ്പം അവിടെ പോകേണ്ടടുത്തുള്ള ഡ്യൂട്ടി ഫ്രീ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടൊക്കെ നമ്മൾ നോക്കി വരുമല്ലോ, അങ്ങനെ നോക്കി വന്നതാണ്. അവിടെ നല്ല രസമുള്ള സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള കുഞ്ഞു സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ലീനു കുഞ്ഞായതുകൊണ്ടാണ്. ഓള് വലുതായാലും മിക്കവാറും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ക്രോഷ്യ വെച്ച് ചെയ്തതാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം റേറ്റും ഉണ്ട്. ഇത് അവിടുത്തെ നടുവിലൊരു ഷോ പീസായിട്ട് വെച്ചത്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്നെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ പോവാണ്. നല്ല ദാഹിക്കുന്നുണ്ട്.
വെയിറ്റിംഗ് ഏരിയയിലെത്തി. നമ്മൾ ഓൾറെഡി പിസ്സ കഴിച്ചിട്ടാണ് വന്നത് റൂമിൽ നിന്ന്. ഇപ്പോൾ വിശക്കണില്ല, പക്ഷെ നല്ല ദാഹിക്കുന്നു. അപ്പം എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചു. ഇപ്പം സമയം 3:57 ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ രാവിലെയാണ് കിടന്നുറങ്ങൽ. പക്ഷേ ലീനു ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. ഓൾക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞ് നീറ്റതാണെങ്കിലും ഉറക്കം വരുന്നുണ്ട്. നമ്മൾ അൽബീക്ക് വന്നതാണ്. അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഫുഡില്ല, അപ്പം എന്തെങ്കിലും സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിക്കാനും പിന്നെ കുടിക്കാൻ എന്തെങ്കിലും. നല്ലോണം ദാഹിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിലും വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ടയേർഡ്. ഒന്നാമത് നമ്മൾ കിടക്കുന്ന സമയമായിട്ടുണ്ട്, 4 മണി ആവാനായല്ലോ, 4 മണിയായി. ഇത് കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ഇടങ്ങാറുണ്ട്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തൊക്കെ നടക്കൽ ഭയങ്കര മടിയാവുന്നുണ്ട്. എല്ലാവരും നോക്കണൊക്കെ ഉണ്ട് ഞാൻ എന്തേ വീഡിയോയിൽ സംസാരിക്കണമെന്നൊക്കെ. പക്ഷേ എനിക്ക് വലിയ ചമ്മലൊന്നുമില്ല, നല്ല കുഴപ്പമില്ല. അപ്പം ലീനും ഒക്കെയും കൂടി ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. എനിക്കിവിടെ സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുക. ഒരു വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് താഴേന്നു നമ്മൾ ഗേറ്റ് വന്നിട്ട് അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ കുറവാണ്. എന്നിട്ട് ലീനുവിനാകെ ദേഷ്യം പിടിക്കലും ഉറക്കം വരലും എല്ലാം കൂടി ആയിട്ട് നമ്മളാകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കളിക്കുകയും കേട്ടോ. നല്ലോണം ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെറുതെ നടക്കുകയാണ്. സാധാരണ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനാണ് എത്തല്. ലൈക്ക് 3 hours മുന്നേ എത്തും. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ചെയ്ത് നേരത്തെ കയറിയും ചെയ്ത് കുറേ നേരമായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ലീനുവിനാണെങ്കിൽ ഉറക്കം വന്നിണ്. നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയമായല്ലോ. ഉറക്കം വന്നിണ്. ബോർഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. നല്ല ഇടങ്ങാറുണ്ട്. ഞാൻ മാക്സിമം അവളെ എൻ്റർടൈൻ ചെയ്ത് നടക്കുക അതൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഓളെ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ഒറ്റ സ്ട്രെച്ചറിൽ ഓൾ ഉറങ്ങിക്കോളും. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ സമയത്ത് ഓൾ വീണ്ടും നീക്കും. പിന്നെ ഫുള്ളും ഒരുമാതിരി ചീച്ചിൽ മൂടായിരിക്കും. അപ്പം ഏറ്റവും നല്ലത് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഓൾക്ക് വയറൊക്കെ ഒന്ന് ഫുള്ളാക്കി പാല് കൊടുത്ത് കണ്ട് ഉറക്കിയാൽ കുറേ നേരത്തിന് അങ്ങനെ ഉറങ്ങിക്കോളും. പിന്നെ മേ ബി അവിടെ എത്ര നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ. അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, കഴിഞ്ഞിട്ട് പറയാം. പിന്നെ അവൾ എത്താൻ നേരത്തെ നീക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ ഫീഡ് ചെയ്ത് കണ്ട് ഉറക്കിയാൽ അവൾ അങ്ങനെ ഉറങ്ങിക്കോളും. ഇതാണ് ഇപ്പം എൻ്റെ നിലവിൽ പ്ലാന്. എപ്പോഴും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തില്ല, അവൾക്ക് ഉറക്കം വന്നിട്ട് ചെയ്യാം. എയർ ഹോസ്റ്റസും പൈലറ്റ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം 4:30 എന്തോ ആയി. ഒക്കെ നിസ്കരിക്കാൻ പോയി. ഒക്കെ വന്നിട്ട് വേണം എനിക്ക് പോവാൻ. ലീനുവിനാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. എപ്പോഴും അവൾക്ക് ദേഷ്യം പിടിക്കാതെ പറയാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ നമ്മൾ ബേസ്മെൻറ്റിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഷോപ്പ് ആകെ ഈ ബാക്ക് കാണി ഒറ്റ ഷോപ്പേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരും കുറവാണ്. അതുകൊണ്ട് മേലെ ആണെങ്കിൽ കുറേ നടക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ ഈ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ അവളാണെങ്കിൽ നടക്കുന്നുമില്ല, ഇറങ്ങുന്നുമില്ല. അപ്പം നോക്കട്ടെ, ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. മേ ബി അതോടെ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും. എന്നിട്ട് അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഹോട്ടലിൻ്റെയും റൂം ടൂറും ഒക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമയമായി. ഞങ്ങൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. താഴെ ഡൈപ്പർ സ്റ്റേഷൻ ഇല്ല, അപ്പം മുകളിൽ പോവാണ്. എന്നിട്ട് ലീനുവിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഞാനും അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയമായപ്പോൾ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. ഇൻഷാല്ലാ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഇതാണ് നമ്മളെ ഡൈപ്പർ സ്റ്റേഷൻ, ഡൈപ്പർ റൂം. അവിടെ നിന്ന് വേഗം ഡൈപ്പർ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വേഗം പോയിട്ടോ. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് താഴെയായിരുന്നു.
പക്ഷെ എന്തോ പെട്ടെന്ന് ഒരു പറഞ്ഞു മേലെ ഗേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്, ഒരറ്റത്താണത്. അപ്പോൾ ഞങ്ങളിപ്പം ഞാൻ ലീനുവിൻ്റെ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചെത്തിയപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ നമ്മളിഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ്. ടൈം ആയിട്ടുണ്ട്, 5:18. ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. എന്തായാലും അത്യാവശ്യം നടക്കാനുണ്ട്. ലീനു ഉറങ്ങിയില്ല, ലീനു ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ബാക്കിലും. ഈ സ്ഥലത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ, നമ്മളെ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. ഇതാണെങ്കിൽ നല്ല ലാസ്റ്റിലുമാണ്. ഇപ്പോൾ ആലോചിക്കും ഇവർക്ക് ആദ്യമേ ചെയ്താൽ മതിയിരുന്നു. അങ്ങനെ ഡൈപ്പറൊക്കെ മാറ്റി വന്നപ്പോൾ തന്നെ ഗേറ്റ് ചേഞ്ചായി എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്ന്. അങ്ങനെ പെട്ടിങ് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മേലേക്ക് പോയി. നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു, കാരണം ലീനുവിന് അത്യാവശ്യം നല്ല ഉറക്കം വന്ന് ദേഷ്യം പിടിക്കുന്നു, നമുക്കും അത്യാവശ്യം ഉറക്കം ഉണ്ടായി. ഫൈനലി നമ്മൾ എത്താനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല നടക്കാണ്ടായിരുന്നു കേട്ടോ. ഇനി ഗേറ്റ് മാറ്റാതെ വന്നാൽ മതിയേനു. ഇപ്പം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അത്ര റഷ് ഇല്ല തോന്നുന്നുണ്ട് ഫ്ലൈറ്റിൽ. നമുക്ക് ബേബി ബേസിനെറ്റൊക്കെ ചോദിച്ചു, പക്ഷേ ബേസിനെറ്റ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ലീനുവിനാണെങ്കിൽ ബെഡുമ്മ കിടന്നാലേ ഉറങ്ങുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഫുള്ളിൻ്റെ മേൽ കിടന്നുറങ്ങിയിനി, ഇപ്പോഴും അതിങ്ങനെ ഉറങ്ങുന്നില്ല. അതുകൊണ്ട് ഉറക്കം വന്ന് ഇടങ്ങാറായി, അങ്ങ് അറ്റെത്തുമ്പോഴേ അവൾ ഉറങ്ങുള്ളൂ. ഇപ്പോൾ ഏകദേശം അതേപോലെ ആയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പാലൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. ഇനി മേ ബി ഫ്ലൈറ്റിൽ നിന്ന് ഒന്നുകൂടെ ഫീഡ് ചെയ്താൽ ഉറങ്ങുമായിരിക്കും. ആയി, ഇതുവരെ ആയിട്ടും പോയിട്ടില്ല. നമ്മൾ സ്റ്റിൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ബോർഡിങ്ങിന് സമയമായിട്ടുണ്ട്, നമ്മൾ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇപ്പോൾ സമയം 5:40 കറക്റ്റായിട്ടുണ്ട്. 6 മണിക്കാണ് തോന്നുന്നു ഫ്ലൈറ്റ് എടുക്കുക. നമുക്ക് നോക്കാം. രാവിലെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. രാവിലെ എത്തി ശരിക്കും നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, പക്ഷെ നമുക്ക് ഉറക്കം വന്നിട്ട് അങ്ങ് അറ്റെത്തിയതുകൊണ്ട് വലിയ രസമൊന്നും ഇല്ലേനു. അങ്ങനെ നേരെ നമ്മൾ വേഗം ഫ്ലൈറ്റിൽ കയറി. നമുക്ക് കിട്ടിയത് അടിപൊളി സീറ്റാണ് കേട്ടോ. ഒന്നും ഇല്ല അവിടെ, ഒന്നും ഇവിടെ. ഞാൻ ഫ്രണ്ടിൽ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ച്, പക്ഷെ ഫ്രണ്ടിൽ ആളുണ്ട്. പക്ഷേ അയാൾ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ പറഞ്ഞതിനകത്ത് ഫ്ലൈറ്റിൽ ആൾ കുറവാണ്. ഇപ്പോൾ സീറ്റ് എവിടെയെങ്കിലും ബാലൻസ് കാണുകയാണെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടണം, ഞാൻ അങ്ങോട്ട് ചാടും. ഇപ്പോൾ ഒരാളെ ബാഗിൽ ലബോബ് കണ്ടു. ഞാനിന്ന് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ ലബോബ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. എന്നിട്ട് ദുബായിലെത്തുന്ന വീഡിയോ പുതിയതായിട്ട് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. സോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് പറയുന്നത്, അത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. ബൈ.